ഇപ്പോൾ നേരത്തെ ജോഷി ഒരു കോടതി വിധിയുടെ കാര്യം ഉദ്ധരിച്ചിരുന്നു. ആ കോടതി വിധി എന്താണെന്നുള്ളതെന്ന് പറയാം. സമാനമായ ഒരു കേസ് 2018 കേരള ഹൈക്കോടതിയിൽ വന്നത്. ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂൾ നിഷ്കർഷിച്ച യൂണിഫോമിന് വിരുദ്ധമായി ശിരോവസ്ത്രവും ഫുൾ സ്ലീവ് ഷർട്ടും ധരിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ആ ഹർജിയിൽ വിദ്യാർത്ഥികളുടെ ആവശ്യം. ആ ആവശ്യം കോടതി തള്ളി. വിധിയിൽ ജഡ്ജി മുഹമ്മദ് മുഷ്താഖ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. പെൺകുട്ടിക്ക് മതപരമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. എന്നാൽ സഭയ്ക്ക് സ്ഥാപനം നടത്താനും ഭരിക്കാനുമുള്ള അവകാശം ആർട്ടിക്കിൾ 19 പ്രകാരം തുല്യമായ മൗലിക അവകാശമാണ്. മറ്റൊന്ന്, പരസ്പരം മത്സരിക്കുന്ന മൗലിക അവകാശങ്ങൾ വരുമ്പോൾ സാമൂഹിക താല്പര്യത്തിന് ഉതകുന്ന അവകാശത്തിന് മുൻഗണന നൽകണം. അതായത് പരസ്പരം മത്സരിക്കുന്ന മൗലിക അവകാശങ്ങൾ വരുമ്പോൾ സാമൂഹിക താല്പര്യത്തിന് ഉതകുന്ന അവകാശത്തിന് മുൻഗണന നൽകണം. ഈ കേസിൽ സ്കൂളിൻ്റെ അവകാശമാണ് പ്രബലമായ താല്പര്യമെന്നാണ് അന്ന് കോടതി വിധിച്ചത്. വ്യക്തിഗത താല്പര്യങ്ങളെ സ്ഥാപനത്തിൻ്റെ അവകാശത്തിന്മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. യൂണിഫോം സംബന്ധിച്ച തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം സ്ഥാപനത്തിനുണ്ട്. മതവേഷം എന്ന ആവശ്യം പരിഗണിക്കാൻ സ്ഥാപനത്തോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് കഴിയില്ല എന്നന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹർജിക്കാർക്ക് സ്കൂളിലെ യൂണിഫോം പാലിക്കാൻ തയ്യാറാണെങ്കിൽ സ്കൂളിൽ വിദ്യാഭ്യാസം തുടരാം. അതല്ല, ഹർജിക്കാർക്ക് TC ആവശ്യമാണെങ്കിൽ ഒരു പ്രതികൂല അഭിപ്രായവും രേഖപ്പെടുത്താതെ സ്കൂൾ അധികൃതർ അത് നൽകണം. ഇതാണ് 2018 കോടതി ഉത്തരവ്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമസ്തേ കേരളത്തിന് വർത്തമാനം അവസാനിപ്പിക്കാം. പച്ചവെള്ളത്തിനും പച്ചമരത്തിനും തീ പിടിക്കുന്ന കാലമാണ്. ഓരോ കാര്യത്തിലും ഇടപെടുമ്പോഴും വാദിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോഴും കേരളത്തിലെ എല്ലാവരും, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാനേജ്മെന്റും സംഘടനകളും സഭകളുമൊക്കെ ഇത് മനസ്സിൽ സൂക്ഷിക്കുക.